മരണം മരണം എന്ന വാക്ക് തന്നെ മനുഷ്യരിൽ പലതരം വികാരങ്ങൾ ഉണ്ടാക്കും അല്ലേ. മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുന്ന ആ ഒരു സന്ദർഭം മനുഷ്യൻ എങ്ങനെ അതിനെ ഫേസ് ചെയ്യും അല്ലെങ്കിൽ തരണം ചെയ്യും എന്നുള്ളതും പലപ്പോഴും വളരെ വ്യത്യസ്തമാണ്. ഓരോ വ്യക്തിയെയും അവൻ്റെ വിശ്വാസങ്ങളെയും ഒക്കെ അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ അവൻ ജീവിക്കുന്ന കാലഘട്ടമോ അല്ലെങ്കിൽ അപ്പോഴത്തെ ഒരു അവസ്ഥയും ഒക്കെ അനുസരിച്ചായിരിക്കാം ചിലപ്പോഴും മരണം എന്ന് പറയുന്ന ആ ഒരു രംഗബോധമില്ലാത്ത കോമാളിയെ മനുഷ്യൻ നേരിടുക. പലപ്പോഴും എങ്ങനെയായിരിക്കും മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക? ഒരു ആസന്നമായ ഒരു മരണം എന്ന് പറയുമ്പോൾ ഒരു ഗുരുതരമായ രോഗമായിട്ടോ അല്ലെങ്കിൽ ഒരു അപകടാവസ്ഥയൊക്കെ ആയിട്ടോ ആയിരിക്കാം ഒരു വ്യക്തിയിലേക്ക് മരണം എത്തുക. ഇന്ന രോഗത്തിൻ്റെ അന്ത്യത്തിൽ ഒരു മരണമുണ്ട് എന്നൊരു തിരിച്ചറിവ് പലപ്പോഴും മനുഷ്യൻ സമീപിക്കുന്ന വ്യത്യസ്തമായിരിക്കാം. അല്ലെങ്കിൽ തൻ്റെ ഉറ്റൊരാൾ, തൻ്റെ ഒരു ഉറ്റ ബന്ധു മരണത്തിന് നഷ്ടപ്പെടുമ്പോൾ അവൻ അതിനെ അഭിമുഖീകരിക്കുന്ന രീതിയെല്ലാം തന്നെ പലപ്പോഴും വ്യത്യസ്തമാണ്. ഈ ഒരു 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 ഏരിയയെ പറ്റി വളരെയധികം കൗതുകം പണ്ട് സൈക്കാട്രി പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അന്ന് ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ വളരെ വിഖ്യാതമായൊരു പേരാണ് ഡോക്ടർ എലിസബത്ത് കൂബ്ലർ റോസ്. ഡോക്ടർ എലിസബത്തിൻ്റെ ഓൺ ഡെത്ത് ആൻഡ് ഡൈയിങ് എന്ന ബുക്കിലാണ് ഈ ഒരു പ്രതിഭാസത്തിന് കൂടി എങ്ങനെ മനുഷ്യൻ കടന്നു പോകുന്നു എന്ന് അവരെഴുതി വെച്ചിരിക്കുന്നത്. ഏകദേശം 5 സ്റ്റേജുകളിൽ കൂടി കടന്നു പോകുന്നതാണ്. ഇത് വേറൊരു ബുക്കാണ്, ഓൺ ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന് പറയുന്ന എലിസബത്ത് കൂബ്ലർ റോസിൻ്റെ ബുക്കാണ്. മറ്റേ ബുക്ക് എൻ്റെ കയ്യിലില്ല. ഈ 5 സ്റ്റേജസ് ഡോക്ടർ എലിസബത്ത് പറഞ്ഞിരിക്കുന്നത്: ആദ്യം ഡിനയൽ അല്ലെങ്കിൽ ഷോക്ക് സ്റ്റേജ്, 2ാമത് ആങ്കർ, 3 ബാർഗെയിനിങ്, 4 ഡിപ്രഷൻ, 5 അക്സെപ്റ്റൻസ് എന്നാണ്. അപ്പോൾ ഒരു മരണം സംഭവിക്കുന്നു എന്ന് കേൾക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഷോക്ക് അല്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതിരിക്കുക, എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് അതിനെ അവഗണിക്കാനുള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ അത് സംഭവിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നതിനെയൊക്കെയാണ് ഡിനയൽ സ്റ്റേജ് എന്ന് പറയുക. 2ാമത് ആങ്കറാണ്. വൈ മീ? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു, എന്തുകൊണ്ട് ഞാൻ എന്ന് പറയുന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം വേണം. അതാണ് പലപ്പോഴും 2ാമത് ആങ്കറായി മാറുന്നത്. 3ാമത് വരുന്നത് ബാർഗെയിനിങ് ആണ്. എന്ത് ചെയ്താൽ ഇതിനെ ഒഴിവാക്കാമായിരുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ ഇതിനെ ഒഴിവാക്കണം, ആ ചികിത്സയ്ക്ക് പിറകെ പോകണോ, അല്ലെങ്കിൽ അന്ന് അയാളെ രാവിലെ വിട്ടില്ലായിരുന്നെങ്കിൽ അയാൾക്ക് അപകടം സംഭവിക്കില്ലായിരുന്നു, അപ്പോൾ ഒന്ന് പിന്നോട്ട് വിളിച്ചിരുന്നെങ്കിൽ ആ ആത്മഹത്യ നടക്കില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു ബാർഗെയിനിങ്ങിൽ കൂടിയായിരിക്കും ജീവിച്ചിരിക്കുന്നവർ കടന്നു പോകുന്നത്. അവസാനം ആ ഒരു 4ാം ഘട്ടം എന്ന് പറയുന്നത് വളരെ അതിയായ വിഷാദത്തിൽ കൂടി മനുഷ്യൻ കടന്നു പോകുന്നു. അത് ആ ഒരു നഷ്ടം മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതൊരു മുറിപ്പാടായി മാറുമ്പോഴാണ് ആ ഒരു ഡിപ്രസീവ് സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുക. ഏറ്റവും അവസാനം മനുഷ്യനെല്ലാം ആത്യന്തികമായുള്ളത് പ്രതീക്ഷയാണ്, ഹോപ്പാണ്, ആക്സെപ്റ്റൻസ് ആണ്. മുന്നോട്ട് കാലം ഇങ്ങനെ തന്നെയാണ് ഒഴുകേണ്ടത്, അല്ലെങ്കിൽ ജീവിതം ഇങ്ങനെ തന്നെ മുന്നോട്ട് ഒഴുകും എന്ന് പറയുന്നൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുന്ന ഒരു ആക്സെപ്റ്റൻസ് സ്റ്റേജും ഈ പറയുന്ന ഗ്രീഫിൻ്റെ സ്റ്റേജസിലുണ്ടെന്നാണ് ഡോക്ടർ എലിസബത്ത് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉറ്റൊരാൾ നഷ്ടപ്പെടുന്ന ആ അവസ്ഥയെ ബെറൈൽമെൻ്റ് എന്നും അതിൽ കൂടി കടന്നു പോകുന്ന ആ പ്രതിഭാസത്തിനെ ഒരു ഗ്രീഫ് റിയാക്ഷൻ എന്നും അതുമായി ബന്ധപ്പെട്ടുള്ള സമൂഹത്തിലുള്ള ആചാരങ്ങളെയാണ് മോർണിംഗ് എന്നുമൊക്കെ പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു സാധാരണ ഗ്രീഫ്, ഒരു നോർമൽ ഗ്രീഫ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വ്യക്തി ഒരു 6 മാസം മുതൽ 1 വർഷം വരെയൊക്കെ ആ ഒരു വിഷാദത്തിൽ, ആ ഒരു സങ്കടത്തിൽ തന്നെ കടന്നു പോകാം. ആദ്യമൊക്കെ അയാളുടെ ഓർമ്മകളിൽ തന്നെ ജീവിക്കും. അയാൾ ആ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന അവരിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ അവരെ ബാധിക്കും. ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ല, ഉറക്കം കുറയുക, അവർ സ്വപ്നത്തിൽ നമ്മളോട് സംസാരിക്കുന്നു എന്ന് തോന്നുക, അവരെ കാണുക, കണ്ടതുപോലെ തോന്നുക, അപ്പോൾ ഇങ്ങനെ, അല്ലെങ്കിൽ അവരുടെ ഓർമ്മകളിൽ തന്നെ മുഴുകുക, ഇതൊക്കെയാണ് ആദ്യത്തെ ഒരു സ്റ്റേജുകളിൽ പലപ്പോഴും സംഭവിക്കുക. പിന്നെ കാലങ്ങൾ കഴിയും തോറും മറ്റു ഉത്തരവാദിത്തങ്ങളും ജീവിതവുമൊക്കെ അവരെ തിരിച്ച് പഴയ ജീവിതത്തിൻ്റെ രീതികളിലേക്കോ അല്ലെങ്കിൽ ഒരു പുതിയൊരു കാഴ്ചപ്പാടോടുകൂടി ജീവിക്കാനോ ഒക്കെ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ചിലരിൽ ഇത് വളരെ തീവ്രമായ ഒരു വിഷാദത്തിൻ്റെ അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിക്കാം. ഇനി ജീവിച്ചിരിക്കേണ്ട, എനിക്ക് മരിച്ച ഒരാളുടെ കൂടെ പോകണം എന്നൊക്കെയുള്ള ചിന്ത, ആത്മഹത്യാ പ്രവണത, തീരെ നമുക്കൊരു സാധാരണ നിലയിലേക്ക് എത്താൻ കഴിയാതിരിക്കുക, ഇതിനെയൊക്കെയാണ് പാത്തോളജിക്കൽ ഗ്രീഫ് എന്ന് പറയുക. അത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാലയളവിൽ കൂടുതൽ നീണ്ടു നിന്നാലും അതിനെ നമ്മൾ പാത്തോളജിക്കൽ ഗ്രീഫ് എന്ന് പറയും. അല്ലെങ്കിൽ വലിയ ആഴത്തിൽ നമ്മളെ അത് തകർത്ത് കളയുകയാണെങ്കിലും പാത്തോളജിക്കൽ ഗ്രീഫ് എന്ന് പറയും. പലപ്പോഴും അതൊരു ഡിപ്രസീവ് എപ്പിസോഡ്, ഒരു വിഷാദത്തിൻ്റെ ഒരു എപ്പിസോഡായി തന്നെ മാറുകയും അത് ചികിത്സിക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ മാറുകയും ചെയ്യാറുണ്ട്. ഇത് മരണം മാത്രമല്ല, ചിലപ്പോൾ ഒരു ബന്ധം നഷ്ടപ്പെടുമ്പോഴും ചിലപ്പോൾ വ്യക്തികൾ ഇത്തരം അവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നത് ഒരു സൈക്കാട്രിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ കാണാറുണ്ട്. ബ്രേക്കപ്പ് ആവുകയോ അല്ലെങ്കിൽ ഒരു ബന്ധം മുറിഞ്ഞു പോകുമ്പോഴോ ഒക്കെ പലരും ഇത്തരം ഡിനയൽ അല്ലെങ്കിൽ ഒരു ഷോക്ക് സ്റ്റേജ്,
വളരെ ദേഷ്യം, ആങ്കർ, ഒരു ബാർഗെയിനിങ്, അവരെങ്ങനെ തിരികെ കൊണ്ടുവരാം എന്നൊക്കെയുള്ള ഒരു മനസ്സിൽ മുഴുകുകയും പിന്നെ മറ്റൊന്നും ചിന്തിക്കാൻ കഴിയാത്തൊരു ഡിപ്രഷൻ അവസ്ഥയിലേക്കും പിന്നെ മൂവ് ഓൺ ചെയ്യുന്ന ഒരു ആക്സെപ്റ്റൻസ് ഫേസിലേക്കും ഒക്കെ വ്യക്തികൾ കടന്നു പോകുന്നത്. ചിലപ്പോൾ അവർക്ക് സഹായം വേണ്ടി വരുന്നതുമല്ല, പലപ്പോഴും ബന്ധങ്ങൾ തന്നെ മുറിയുന്നത് ഒരു മരണം പോലെയാണ് വ്യക്തിക്ക്. അത്രമാത്രം ഇമോഷണൽ പെയിൻ നൽകുന്നു എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. ഇനി ചിലപ്പോഴെങ്കിലും ഈ വിഷാദം നീണ്ട കാലയളവിൽ മനുഷ്യനിൽ നിൽക്കാം, ക്രോണിക് ഗ്രീഫൊക്കെ ആയിട്ട്. ഇനി മരണം വലിയൊരു അപകടത്തിലോ അല്ലെങ്കിൽ പെട്ടെന്നോ തീരെ പ്രതീക്ഷിക്കാതെയാണ് വന്നു ചേരുന്നതെങ്കിൽ അതിനെ സമീപിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ മനസ്സിന് ചിലപ്പോൾ അത് തീരെ താങ്ങാൻ കഴിയില്ല. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു തരത്തിലും അവർക്കൊരു ഒരു സമചിത്തതയോ അല്ലെങ്കിൽ ഒരു സാമാന്യ ബോധം തിരിച്ച് വീണ്ടെടുക്കാൻ കഴിയാത്ത രീതിയിലുള്ളൊരു മനോവിഭ്രാന്തിയിലേക്ക് അവർ പോകുന്നൊരവസ്ഥ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആർത്ത് വിളിച്ച് കരഞ്ഞ് അവർക്ക് ഒട്ടും തിരികെ അവരുടെ ജീവിതത്തിലേക്ക് വരാൻ കഴിയാത്ത പോലുള്ളൊരു ഹൈപ്പർട്രോഫിക് ഗ്രീഫ് എന്നാണ് അതിനെ പറയുക. അപ്പോൾ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇനിഷ്യൽ ഒരു ഗ്രീഫ് സ്റ്റേറ്റാണ്. അപ്പോൾ അത്തരക്കാരെ ചുറ്റുമുള്ളവർ താങ്ങാൻ വളരെയധികം ബുദ്ധിമുട്ടും. കാരണം അവരെ സമാധാനിപ്പിക്കാനും അവരോടൊപ്പം അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ചുറ്റുമുള്ളവരുടെ വലിയൊരു ഉത്തരവാദിത്വവും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടവുമാണ്. എന്നാൽ നേരെ തിരിച്ച് മറ്റൊരു പ്രതിഭാസമാണ് ഡിലേഡ് ഗ്രീഫ് എന്ന് പറയുന്നത്. അവിടെ ചിലപ്പോൾ നമ്മൾ ഈ മരണം സംഭവിച്ച ബന്ധു അല്ലെങ്കിൽ ആ അടുത്ത ബന്ധു വളരെ നിസ്സംഗതയായിട്ടോ അല്ലെങ്കിൽ വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ടോ ആ മരണാനന്തര ചടങ്ങുകളിൽ നിൽക്കുന്നത് കാണും. ഒരു തുള്ളി കണ്ണുനീര് ഇവരുടെ കണ്ണുനീരിൽ നിന്ന് വരുന്നില്ലോ എന്നൊക്കെ ചിലർ പരിതപിക്കുന്നത്, വളരെ ജഡ്ജിങ് ആയിട്ട് അവരെ ജഡ്ജ് ചെയ്യുന്നത് കേൾക്കാം. അപ്പോൾ അവർക്ക് ഒരല്പവും തരുമ്പം സങ്കടമില്ലേ, അല്ലെങ്കിൽ എന്ത് കൂളായിട്ട് നിൽക്കുന്നു, ആ ചടങ്ങുകൾ മുഴുവൻ അവരങ്ങനെ അങ്ങ് ഫേസ് ചെയ്യുകയാണല്ലോ. പലപ്പോഴും ഇത്തരം ഷോക്കോ അല്ലെങ്കിൽ ഇങ്ങനൊരു വലിയൊരു പ്രതിഭാസം ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ചിലർക്ക് അതൊരു അഡ്രിനാലിൻ ഹൈലാണ്. അതങ്ങോട്ട് ആ ഒരു ഡിറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സമയം കഴിയുന്നവരെ അവരെ ആ ഫ്ലോട്ട് ചെയ്യാൻ ആ ഒരു ഇനീഷ്യൽ ഫേസ് അവരെ ഒരു തരത്തിൽ അനുവദിക്കും. അപ്പോൾ ആ ചടങ്ങുകളൊക്കെ കടന്നു പോകാൻ അവർക്ക് അത് തന്നെ ഒരു ശക്തിയായിട്ട് നൽകും. പക്ഷേ അത് കഴിയുമ്പോൾ പതുക്കെ ആ ഒരു മരണം അവരെ പൂർണ്ണമായും ബാധിക്കുന്ന രീതിയിൽ അവർക്ക് ആ ഗ്രീഫ് ഡിലേഡ് ആയിട്ടാണ് അവരുടെ ലൈഫിലേക്ക് എത്തുന്നത്. ചിലപ്പോൾ 2 ആഴ്ചയായിരിക്കും അല്ലെങ്കിൽ ആഴ്ചകൾ കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു മുഴുവൻ ആഘാതം അവരിലേക്ക് എത്തുക. അത് പലപ്പോഴും നേരത്തെ പറഞ്ഞ വളരെ ഇൻറ്റൻസ് ഗ്രീഫിലേക്കായിരിക്കും പലരും അത് കൊണ്ടെത്തുകയും ചെയ്യുക. അപ്പോൾ തുടക്കത്തിൽ സങ്കടപ്പെട്ട് കരഞ്ഞ് ബുദ്ധിമുട്ടി അങ്ങനെ തന്നെ അതിനെ ഫേസ് ചെയ്യുന്നതാണ് പലപ്പോഴും അതിൻ്റെ ഒരു നോർമൽ പ്രോസസ്സിൽ അതുമായി അഡ്ജസ്റ്റഡ് ആകാൻ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് അത് കടന്നു പോകാനൊക്കെ മനുഷ്യനെ സഹായിക്കുന്നത്. അത് അങ്ങനെ ചെയ്യാതിരിക്കുകയും അല്ലെങ്കിൽ അതിന് കഴിയാതിരിക്കുകയും അത് കുറച്ച് സമയമെടുത്ത് നമ്മുടെ മനസ്സിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു ആഴവും പരപ്പും ഒക്കെ പലപ്പോഴും വ്യക്തിക്ക് താങ്ങാൻ കഴിയാത്ത അത്ര രീതിയിലേക്ക് ഉണ്ടാകാനൊരു സാധ്യതയും ഡിലേഡ് ഗ്രീഫിനുണ്ട്. അപ്പോൾ ആലോചിക്കുക, നമ്മുടെ വീടുകളിലേക്ക് മരണം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വീടൊഴിയും അല്ലേ, ശരീരം വീട്ടിൽ നിന്ന് മാറ്റുമ്പോൾ തന്നെ വീടൊഴിയും. ചടങ്ങുകൾ കഴിയുമ്പോൾ പിന്നെ ഉറ്റവരും അടുത്ത സുഹൃത്തുക്കളും മാത്രമായി അവശേഷിക്കും. അപ്പോൾ നമ്മളെല്ലാം നമ്മുടെ ജീവിതവുമായി മുന്നോട്ട് പോകും. ഈ മരണം അടുത്ത് അറിഞ്ഞ് ഫേസ് ചെയ്ത് അവരെ സംബന്ധിച്ച് അത് അവരിൽ നിന്ന് പോകാൻ സമയമായിട്ടില്ല. അതിൻ്റെ ആഘാതവും ആഴവും എല്ലാം പയ്യെ മാത്രമേ അവരുടെ ജീവിതത്തിൽ നിന്ന് നികന്നു പോവുകയുള്ളൂ. അപ്പോൾ നമുക്ക് അവരോട് ഒരല്പം ഒരു സമചിത്തതയോടുകൂടിയും അവരെ നമ്മോട് ചേർക്കാനും അവരോടൊപ്പം ഒരു സപ്പോർട്ടാകാനും നമുക്ക് കഴിയുമെങ്കിൽ അതാണ് നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തം. അറ്റ്ലീസ്റ്റ് അവരെ ഒരു താങ്ങാനുള്ളൊരു മനസ്സ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതും ചുറ്റുമുള്ളവരിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മരണമെത്തുന്ന നേരത്ത് നമുക്കൊരല്പം സ്നേഹത്തോടു കൂടിയും സഹാനുഭൂതിയോടുകൂടിയും നമുക്ക് അന്യോന്യം താങ്ങാം എന്നാണ് എനിക്ക് തോന്നുന്നത്.